ഹായ്, നമ്മൾ ഇത്ര കാലം ചെയ്ത വീഡിയോ പോലെയല്ല ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്ര പേര് കാണും, എത്ര പേര് ഇത് ഷെയർ ചെയ്യും, എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നൊന്നും ഒരു ധാരണയില്ല. കാരണം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ജിൻസ് എപ്പോഴും പറയാറുണ്ട്, ഒരു വീഡിയോ ഒരുപാട് വൈറലാവണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഹുക്ക് ഉണ്ടാവണം. അങ്ങനെ പ്രത്യേകിച്ചൊരു ഹുക്കൊന്നും ഈ വീഡിയോയിലില്ല. ഇതെനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് ഒന്ന് തുറന്നു പറച്ചില്ല എന്ന രീതിയിലാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 10-15 വർഷമായിട്ട് കൃഷി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഫാം ഹൗസുകൾ ചെയ്യുന്നുണ്ട്, ഫുഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, മറ്റ് കമ്പനികൾക്ക് വേണ്ടി നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കുന്നുണ്ട്, പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്ത മേഖലകളിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 15 വർഷത്തെ ഒരു യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് പല സമയത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന വില നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 മാസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നേന്ത്രക്കായ്ക്ക് ഏകദേശം ഒരു 6 രൂപ 4 രൂപ വന്നൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കുറേ കമൻസാണ് ഈ ഒരു ചിന്തയ്ക്ക് കാരണം. വേറൊന്നുമല്ല, എന്തുകൊണ്ട് ഇടനിലക്കാരനെ ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് ഇതിൽ നിന്ന് വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ചെയ്തുകൂടാ? അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് എന്തുകൊണ്ട് വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ചെയ്തുകൂടാ? ഈ ഒരു ആശയം വരാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേര് ഇഞ്ചി കൃഷി ചെയ്യുന്നവരുണ്ട്. ഇവരുടെ തോട്ടത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച, ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഇഞ്ചി മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കയറി പോവുകയും സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി നമുക്ക് പറയേണ്ടി വരും. അതായത് ഇവരെ പറക്കാൻ വേണ്ടി കൊടുക്കും, പൂട്ടി പറക്കുക എന്ന് പറയും. ഇഞ്ചി ചെയ്ത സ്ഥലങ്ങൾ ട്രാക്ടർ ഉപയോഗിച്ച് പൂട്ടി അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേസ്റ്റ് ഇഞ്ചി, ചീഞ്ഞ ഇഞ്ചികളോ പൊട്ടിഞ്ചികളോ പീസ് ഇഞ്ചികളോ ഇങ്ങനെ ഉപയോഗശൂന്യമായ ഇഞ്ചികൾ കംപ്ലീറ്റ് എടുത്ത് ജിഞ്ചർ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല കാഴ്ചകൾ കണ്ടപ്പോഴും നമുക്കൊരു വിലസ്ഥിരത ഇല്ലാത്തത് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നിയൊരു ആശയമാണ്, എന്തുകൊണ്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മൾ കൃഷി ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ യാതൊരുവിധ മായങ്ങളോ കെമിക്കലുകളോ ആഡ് ചെയ്യാതെ തന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൂടാം? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറുക്കുമിനെടുക്കാത്ത രീതിയിലുള്ള മഞ്ഞൾപ്പൊടി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ FMCG ഡിവിഷൻ ഭയങ്കര സ്ട്രോങ്. അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെയാണ് ഈ ഒരു ചിന്തയിലേക്ക് കാരണം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നേന്ത്രക്കൊലയുടെ വില ഇടിഞ്ഞ സമയത്ത് ചെയ്ത വീഡിയോ, അതിൻ്റെ ഇടയിൽ ഏകദേശം 1000-1500 കമൻറ്റുകൾ നമുക്ക് വന്നിരുന്നു. അതിലൊരു 95% ആളുകളും പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചുകൂടാ, വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ചെയ്തുകൂടാ? അപ്പോൾ അത്തരം ചിന്തകളൊക്കെയാണ് ഈ ഒരു ആശയത്തിൻ്റെ പിന്നിൽ. നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ആദ്യം അറിയേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അത്രയും ഓപ്പണായിട്ട് ഇതിന് ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ നിങ്ങളുടെ കമൻസ് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. പരമാവധി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കുന്നു. താങ്ക് യു.